السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിദ്യാർത്ഥികളെ, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമ്മുടെ അൽ മുറാഹക്ക കോഴ്സിന്റെ 2-3 ക്ലാസ്സുകൾ കഴിഞ്ഞു. എന്തൊക്കെ വിഷയങ്ങളാണ് നമ്മൾ പഠിച്ചിരുന്നത്? 3-4 ക്ലാസ് ആയി അല്ലേ? ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിരുന്നത്? ഒന്ന് പറയാൻ പറ്റുമോ? മതം പഠിക്കുന്നവനുള്ള മഹത്വം. മതം പഠിക്കുന്നവനുള്ള മഹത്വങ്ങൾ പറഞ്ഞു. പിന്നെ മരിച്ചതിന്റെ ആ ജീവിതം. ജീവിത ലക്ഷ്യം. ഓക്കെ, അഹ്സൻ. ഓക്കെ, പിന്നെ തിന്മകളിൽ നിന്നും രക്ഷ നേടാൻ. തിന്മകളിൽ നിന്നും രക്ഷ നേടാനുള്ള ഒരു 5 കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. പിന്നെ മാതാപിതാക്കളെ പറ്റിട്ട് മാതാപിതാക്കളോടുള്ള കടമകളെ കുറിച്ച്. അപ്പൊ 4 കാര്യങ്ങൾ പറഞ്ഞു അല്ലെ? അപ്പൊ 4 വിഷയങ്ങൾ എടുത്തു അല്ലെ? 4 പറഞ്ഞേ, പറയടോ. അതെ. ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ ഇൻഷാ അല്ലാഹ് 5-ാമത്തെ ഒരു ടോപ്പിക്കിലേക്ക് വരികയാണ്. ഈ ഒരു ഭാഗം ഞാൻ നിങ്ങളോട് പറയുന്നത് കുറെ അനുഭവങ്ങളിലൂടെയാണ്. അതിനു മുമ്പ് നിങ്ങൾക്ക് പൊതുവെ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ഡൗട്ടുകൾ ഉണ്ടോ മതപരമായിട്ട്? ഇങ്ങനെ അതെന്താ അങ്ങനെ, ഇതെന്താ അങ്ങനെ എന്നുള്ള അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ചർച്ച ചെയ്യാം. കാരണം ആളുകൾ കുറവുള്ളത് കൊണ്ടാണ്. അല്ല, നിങ്ങൾക്ക് ഡൗട്ടൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാം, നമുക്ക് വിഷയം പറഞ്ഞു പോകാം. എന്തെങ്കിലും ഒരു പ്രത്യേകിച്ച് ഇപ്പൊ നിങ്ങളെ കൂട്ടുകാരോട് സംസാരിച്ചപ്പോ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, അപ്പൊ എനിക്ക് അതിലൊരു സംശയം, എന്താ അപ്പൊ അത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എന്താണ് ഇവരെ മദ്യപാനില് ഇവരെ ഹറാമാക്കിയതൊക്കെ സ്വർഗത്തില് ഹലാൽ. അതെന്തുകൊണ്ടാണെന്നാണ്? ഓക്കെ, ഹലാല. മാഷാ അല്ലാ, നല്ല അടിപൊളി ചോദ്യം, സൂപ്പർ ചോദ്യം. അതായത് ഹെമിന്റെ ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മദ്യപാനം അങ്ങനത്തെ കുറെ കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പട്ട്, സ്വർണം കൊണ്ടുള്ള പാത്രങ്ങൾ ഉപയോഗിക്കല്, ഇതൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ദുനിയാവില് ഹറാമാണ്. എന്നാൽ ഇതൊക്കെ എന്താണ്, പരലോകത്ത് ഹലാലുമാണ് അല്ലെ? പരലോകത്ത് നമുക്കത് പടച്ചോൻ തന്നെ തരുന്നുണ്ടെന്നാണ്. അപ്പൊ അതെന്തോ അങ്ങനെയെന്ന് എന്നാണ് ചോദ്യം അല്ലെ? അതല്ലേ ഹെമിയെ? ഓക്കെ, നല്ല അടിപൊളി ചോദ്യമാണ്. അതിന്റെ ഒരു ഒന്നാമത്തെ മറുപടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ലോകവും പരലോകവും രണ്ടും രണ്ടാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ മറുപടി. ഇഹലോകം പരലോകം രണ്ടും രണ്ടാണ്. ഏറ്റവും സിമ്പിൾ ആയിട്ടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമുക്ക് പിന്നെ ജയിലിലുള്ള അതേപോലെയാണോ നമ്മൾ പുറത്തിറങ്ങിയാൽ ഉണ്ടാകുക? അല്ല. ഇപ്പൊ ജയിലിൽ ഇന്ന സമയത്ത് എണീക്കണം, ഇന്ന സമയത്ത് കിടക്കണം, ഇന്ന പിന്നെ വസ്ത്രം ധരിക്കാൻ പാടുള്ളൂ, അങ്ങനെ കുറെ നിബന്ധനകളുണ്ട്. എന്നാൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാലോ നമുക്ക് തോന്നിയ സമയത്ത് ഉറങ്ങാം, തോന്നിയ സമയത്ത് എണീക്കുക അല്ലെ? അങ്ങനെയൊന്നും പ്രത്യേകിച്ച് എന്തുണ്ടാവില്ല, ഒരു നിബന്ധന ഒന്നും ഉണ്ടാവില്ല. ഇത് സത്യത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അദ്ദുനിയ സിജുലുൻ വജന്നത്തുൽ കാഫിർ. വിശ്വാസിക്ക് ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഒരു ജയില് പോലെയാണ്. ഇവിടെ കുറെ നിയമങ്ങൾ ഉണ്ടാവും, ഇവിടെ കുറെ നിയമങ്ങളുണ്ട്. അവിടെ ആ നിയമങ്ങളൊന്നുമില്ല. എവിടെ? ഈ ദുനിയാവിൽ നിയമങ്ങളുണ്ട്, പക്ഷെ പരലോകത്ത് നിയമങ്ങളില്ല. നിയമങ്ങളില്ലാത്തൊരു ലോകമാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഒരു വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആലയാണ് നമ്മളോട് പറയുന്നത്, പരലോകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇങ്ങനെ മദ്യം തരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർണം കൊണ്ടുള്ള പാത്രങ്ങൾ നൽകും, അല്ലെങ്കിൽ അതിൽ ഭക്ഷണം നൽകും, പട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാകും, പട്ടിന്റെ വസ്ത്രങ്ങളായിരിക്കും. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറയുന്നത്, പരലോകത്തിന്റെ കാര്യം പറയുന്നത് അള്ളാഹു ആണ്. അള്ളേ പറയണത് ഈ ദുനിയാവിലെ അതേ അള്ളേ പറയണത് നിങ്ങൾ ഇവിടെ കഴിക്കാൻ പാടില്ല. കാരണം രണ്ടും രണ്ടാണ്. കിട്ടുന്നതെല്ലാം ഒരേപോലെയല്ല. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മദ്യമോ കള്ളോ ഒന്നും അല്ല പരലോകത്ത് ഉണ്ടാകാം. ഇവിടെ കുടിച്ചു കഴിഞ്ഞാൽ ആകെ മത്ത് പിടിച്ചു പോകും. എന്നാൽ അവിടുത്തതോ ലഹരി ബാധിക്കാത്തതാണ്. ലഹരി അങ്ങനത്തെ തന്നെയാണ് വ്യത്യാസം വന്നല്ലോ. ലഹരി ബാധിക്കാത്തത്,
അല്ലെങ്കിൽ അപ്പൊ അവിടുത്തതും ഇവിടുത്തതും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട് എല്ലാ വിഷയങ്ങളിലും. അപ്പോ ഒന്ന്, ഈ ദുനിയാവും പരലോകവും തമ്മിലുള്ള വ്യത്യാസമാണ്. രണ്ട്, ഇത് രണ്ടും ഒരു പിന്നെ ഈ ദുനിയാവിൽ വേണ്ട എന്ന് പറയുന്നതും പരലോകത്തുണ്ട് എന്ന് പറയുന്നതും അള്ളാഹുവാണ്. മൂന്നാമത്തത്, ഇതെല്ലാം വ്യത്യസ്തമാണ്. നമ്മുടെ ദുനിയാവിലുള്ള ഒന്നുപോലെയുമല്ല പരലോകത്തുണ്ടാകാം. ഒരു കണ്ണും കാണാത്തതും ഒരു കാതും കേൾക്കാത്തതും ഒരു ഹൃദയം കൊണ്ടും ചിന്തിക്കാത്തതുമായതാണ് സ്വർഗം എന്ന് പറയുമ്പോൾ, നമ്മുടെ ദുനിയാവിലുള്ള ഏതെങ്കിലും കള്ളോ വിസ്കിയോ ബ്രാൻഡിയോ അല്ലെങ്കിൽ ബീറോ അങ്ങനത്തെ ഒന്നും അല്ല എന്തുണ്ടാകുക, പരലോകത്തുണ്ടാകുക. അത് തികച്ചും വ്യത്യസ്തമായിരിക്കുന്നു, തികച്ചും വ്യത്യസ്തമായിട്ടായിരിക്കും ഉണ്ടാകുക. ഓക്കെ, ക്ലിയർ ആണോ അല്ലേ? ആ ഓക്കെ, നല്ല ചോദ്യം ചോദിച്ചു. ഇനി ആർക്കാ ചോദിക്കാനുള്ളേ? നായിന്റെ ഉമിനീര് ഹറാമാക്കാനുള്ള കാരണം എന്തെന്ന്? അതിന്റെ കാരണം എന്താണെന്നോ? ആ ഓക്കെ, ഒന്നാമത്തെ വിഷയം, നായ എന്നുള്ളത് ഹറാമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ. നായ ഹറാമല്ല, നജസാണ്. നായ നജസാണ്, ഹറാമല്ല. ഹറാമ് നജസ് രണ്ടും രണ്ടാണ്. ഇപ്പോ നമ്മുടെ മൂത്രം അത് ഹറാമാണ്. മൂത്രം ഇല്ല. അല്ല, നജസാണ് അല്ലെ. നജസ് തന്നെ മൂന്ന് തരത്തിലുണ്ട്. അതിൽ ഒന്നെന്താന്ന് വെച്ചാൽ ഏറ്റവും ചെറുത് നജസുൻ ഖഫീഫ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അതായത് ചെറിയ നജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടിയുടെ മൂത്രം. 2 വയസ്സിൽ താഴെയുള്ള മുലപ്പാല് മാത്രം കുടിക്കുന്ന ആൺകുട്ടിയുടെ മൂത്രം, അതാണ് നജസുൻ ഖഫീഫ്, അല്ലെങ്കിൽ പിന്നെ എന്താണ് ഖഫീ എന്നൊക്കെ പറയുന്നത്, ചെറിയ പിന്നെ നജസ് എന്ന് പറയുന്നത്. പിന്നെ സാധാരണ നമ്മുടെ മൂത്രം, അത് കഴുകുക, അതേപോലെ തന്നെ കാഷ്ടം, ഇത്. എന്നാൽ ഏറ്റവും ഗൗരവപ്പെട്ടമായ ഒന്നാണ് നായയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. കാരണം നായയുടെ നാവിൽ നിന്നും വരുന്ന ഒരു സലീവ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ഒരു ഉമിനീര്. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി ഒരുപാട് ഉപദ്രവങ്ങൾ അതിൽ നിന്നുണ്ടാവുന്ന. ഞാൻ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഒരു ക്ലാസ് നിങ്ങൾക്ക് എടുക്കുന്നുണ്ട്, ഖുർആനും ശാസ്ത്രവും എന്ന് പറയുന്ന ഒരു ഭാഗം. അന്ന് നിങ്ങൾക്ക് കുറെ വീഡിയോസാ കാണിച്ചു തരാം. അതിലൊരു വീഡിയോ എപ്പോഴേ പറഞ്ഞുതരാം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പന്നിയെ നമുക്ക് എന്ത് ചെയ്തു? നിഷിദ്ധമാക്കി. പന്നി നജസാണ്, നിങ്ങളത് കഴിക്കാൻ പാടില്ല. നായയുടെയും പന്നിയുടെ ഇറച്ചിയൊന്നും കഴിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ പന്നി എന്തുകൊണ്ട് നജസാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റൂല എന്ന് വെച്ച് കഴിഞ്ഞാൽ, പന്നിയിൽ നിന്ന് മാത്രം 90+ രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നാണ്. 90+. അതുകൊണ്ടാണ് പന്നി എന്നുള്ളത് ഇസ്ലാം പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെയും അത് വിശ്വാസികൾക്ക് പറ്റൂല എന്ന് പറയുന്നു. അത് വിശ്വാസിക്ക് മാത്രമല്ല, ആര് കഴിച്ചാലും അവർക്ക് എന്ത് ചെയ്യും? അതിലെ അസുഖങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് കുറച്ചു കാലം മുമ്പ് വരെ നമ്മുടെ നാട്ടിൽ പന്നിപ്പനി എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു. H1N1 എന്ന് പറയും, പന്നിപ്പനി. ഒരുപാട് പിന്നെ ജീവജാലങ്ങൾക്കും മനുഷ്യർക്ക് വരെ അതുണ്ടായി. പല ആളുകളും മരണപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായി. അപ്പോ അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എന്നാൽ ഇതേ റബ്ബ് തന്നെയാണ് നായയെ സൃഷ്ടിച്ചിട്ടുള്ളത്. നായ സൃഷ്ടിച്ചു എന്നുള്ളത് കൊണ്ട് ആ നായ എല്ലാം അനുവദിക്കപ്പെടുന്നില്ല. നായയുടെ എല്ലാം ഇപ്പോ ബാക്കിയുള്ള ജീവജാലങ്ങളുണ്ടല്ലോ, എല്ലാ ജീവജാലങ്ങളെയും നമുക്ക് അനുവാദം ഉണ്ടോ കഴിക്കാൻ? ഇല്ല. വളർത്താൻ അനുവാദം ഉണ്ടോ? ഇല്ല. ഇപ്പൊ നമ്മളെ ഇന്ത്യയിൽ തന്നെ പിന്നെ ഇപ്പൊ മയിലിനെ കൊല്ലാൻ പറ്റുമോ? പശുവിനെ കൊല്ലാൻ പറ്റുമോ? ഇതൊക്കെ എന്താണ് ഒരു 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 പിന്നെ ആ രൂപത്തിലാണ് എണ്ണപ്പെടുന്നത്. അപ്പൊ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, പിന്നെ നായയെ സംബന്ധിച്ചിടത്തോളം അതെന്താണ്, ഇങ്ങനെ പ്രശ്നമാണ്. അത് ഭൗതികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നായയുടെ നാവിൽ നിന്നും അല്ലെങ്കിൽ അതിന്റെ ഉമിനീരിലുള്ളത് ഒരുപാട് രോഗാണുക്കൾ പരത്തുന്നതാണ്. അതുകൊണ്ട് അത് നായ തലയിട്ട് കഴിഞ്ഞാൽ, അഥവാ അതിന്റെ നാവ് തട്ടുന്ന രൂപത്തിൽ, അതിന്റെ സലൈവ വരുന്ന രൂപത്തിലാണെങ്കിൽ, അത് നമ്മുടെ വസ്ത്രത്തിലോ അല്ലെങ്കിൽ ശരീരത്തിലോ ഒക്കെ ആകുകയാണെന്നുണ്ടെങ്കിൽ അത് 7 തവണ അതിനെന്ത് ചെയ്യണം? പിന്നെ കഴുകണം എന്നുള്ളതാണ്. അതുകൊണ്ട് മണ്ണുകൊണ്ട് കഴുകുക എന്നുള്ളത് വരെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ അല്ലേ? ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചോദിച്ചോളി, നല്ല നല്ല ചോദ്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ. മാഷാ അല്ലാഹ്, നല്ല ഉഷാറാ. എന്താ റാസിയ? നായനെ വളർത്താൻ പറ്റും? ആ, ഓക്കെ, നല്ല ചോദ്യമാണ്. മാഷാ അല്ലാഹ്. നായനെ വളർത്താം, ഇസ്ലാമിൽ അനുവാദമുണ്ട്. നേരെ ശ്രദ്ധിച്ചോ,
നായനെ വളർത്താൻ ഇസ്ലാമിൽ അനുവാദമുണ്ട് 3 കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം. 3 കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ നായയെ വളർത്താൻ പറ്റുള്ളൂ. അതിൽ ഒന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ഒരു ഫാം ഉണ്ട്. പിന്നെ ആടിന്റെ ഫാം, അല്ലെങ്കിൽ വല്ല പിന്നെ പശുവിന്റെ ഫാം, അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഫാമാണ്, അല്ലെങ്കിൽ കോഴി ഫാം ഒക്കെയാണ്. അപ്പൊ അവിടെ ഇടക്കിടക്ക് പിന്നെ കുറുക്കം വരുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ പന്നികൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ മനുഷ്യന്മാർ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അടിച്ചു മാറ്റുന്നുണ്ട്. അപ്പൊ അതിന്റെ കാവലിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ നായനെ വളർത്താം. ഇപ്പൊ പല ആൾക്കാരും നായനല്ല വളർത്തണം, നേരെ CCTV ഒക്കെ ചെയ്യാം, അല്ലെ? എന്നാൽ ഒരാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നായനെ വളർത്തി എന്നുള്ളത് കൊണ്ട് കുഴപ്പമില്ല, അവിടെ നായനെ വെക്കാം. രണ്ടാമത്തത്, നമുക്കൊരു കൃഷിസ്ഥലമുണ്ട്, നമുക്ക് ഒരുപാട് കൃഷികളുണ്ട്. ആ കൃഷിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇതേപോലെ പന്നികൾ വന്നിട്ട് അതിന് പലതും അടിച്ചു മാറ്റുന്നുണ്ട്, അല്ലെങ്കിൽ കള്ളന്മാര് വരുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ അവരെ ഓടിപ്പിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയപ്പെട്ട രൂപത്തിൽ നായനെ വളർത്താം. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ വിഷയം, പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരു സിസ്റ്റമാണ് വേട്ടക്ക് പോകുക എന്നുള്ളത്. നായനെ വളർത്തും, ട്രെയിൻ ചെയ്യും അതിനെ, എന്നിട്ട് അതിനെ വേട്ടക്ക് വിടും. ഒരുപാട് കാടുകളിലും മറ്റൊക്കെ ആയിട്ട് വിട്ടിട്ട് അത് പിടിച്ചു കൊണ്ടുവരും. ഏതിനെ? മുയലിനെ പിടിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെറിയ ജീവികളെ പിടിച്ചു വരും. അപ്പൊ അങ്ങനെ വേട്ടക്ക് വേണ്ടിയിട്ടും എന്ത് ചെയ്യാം, നായനെ വളർത്താം. ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ നായയെ വളർത്താൻ പറ്റൂല. എന്നാൽ നായക്ക് ഭക്ഷണം കൊടുക്കാം, നായക്ക് വെള്ളം കൊടുക്കാന്ന് മാത്രമല്ല വലിയ പുണ്യം കിട്ടുന്ന കാര്യമാണ്, അതിലൊന്നും സംശയമല്ല. നായനെ വളർത്തുക, പിന്നെ നായക്ക് ഭക്ഷണം കൊടുക്കുന്നതിനോ നായക്ക് വെള്ളം കൊടുക്കുന്നതിനോ ഒന്നും എതിരില്ല. പക്ഷെ നമ്മുടെ വീടുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിനെ നമ്മുടെ ഒരു പെറ്റാക്കി വളർത്താൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. ഈ 3 കാര്യങ്ങൾക്ക്, നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ വളർത്താൻ പറ്റുള്ളൂ. അപ്പൊ ചില ആളുകൾ ചോദിക്കും, നമ്മുടെ വീടിന്റെ കാവലിന് വേണ്ടി പറ്റുമോ? വീട്ടിലെ കാവലിന് വേണ്ടി ഇല്ല. നായനെ വളർത്തുക എന്നുള്ളത് വീട്ടുകാവലിന് പറ്റൂല. രണ്ടാമത്തത്, മറ്റൊരു ചോദ്യം, ഇന്ന് നമ്മുടെ നാട്ടിൽ പല ആളുകളും എന്ത് ചെയ്യും, ഒരു സ്റ്റൈല്, ഞാൻ കുറച്ചും കൂടി ഒരു മോഡേൺ ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നല്ല ഒരുപാട് പിന്നെ വില കൊടുത്തിട്ട് 1 ലക്ഷമോ 2 ലക്ഷമോ 5 ലക്ഷമൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യും, നായനെ വാങ്ങും. എന്നിട്ട് ഇങ്ങനെ രാവിലെ നടക്കാൻ വേണ്ടി പോകുമ്പോൾ അതിനെ ഇങ്ങനെ പിടിച്ചിട്ട് അല്ലെ, അങ്ങനത്തെ ഒക്കെ ടീമുള്ള അങ്ങനത്തെ ആൾക്കാരുണ്ട്. പറ്റുമെന്ന് വെച്ചാൽ പറ്റൂല, മതപരമായിട്ട് അത് പാടില്ലാത്തതാണ്. അങ്ങനെ ഉള്ളത് എന്തെങ്കിൽ നായനെ വളർത്തുന്ന വിഷയത്തിൽ വന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ലാ യദ്ഖുലുൽ മലായിക ബൈത്തുൻ ഫീഹി കൽബുൻ വസൂറ. ലാ യദ്ഖുലുൽ മലായികത്തു ബൈത്ത്. ഒരു വീട്ടിൽ മലക്കുകൾ അഥവാ റഹ്മത്തിന്റെ മലക്കുകൾ പ്രവേശിക്കൂല. റഹ്മത്തിന്റെ മലക്കുകൾ, ഒരു മലക്കും പ്രവേശിക്കൂല എന്നല്ല, റഹ്മത്തിന്റെ മലക്ക് പ്രവേശിക്കൂല. ആ വീട്ടിൽ നായയോ അല്ലെങ്കിൽ ചിത്രങ്ങളോ ഉണ്ടെങ്കിൽ, രൂപങ്ങളുണ്ടെങ്കിൽ, രൂപം ഉണ്ടാക്കുക, അങ്ങനത്തെ വല്ലതും ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യൂല, റഹ്മത്തിന്റെ മലക്ക് പ്രവേശിക്കൂല. അപ്പൊ അവിടെ വളരെ ഗൗരവപ്പെട്ടൊരു വിഷയമാണ് അത്തരത്തിലുള്ള പിന്നെ വളർത്തൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യാൻ പാടില്ല, നായനെ വളർത്താൻ പറ്റൂല. അപ്പൊ പറഞ്ഞു വന്നത്, നായനെ വളർത്തൽ ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ടതാണ്. 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. ഒന്ന് കൃഷിക്ക് വേണ്ടിയാണ്, മറ്റൊന്ന് പിന്നെ നമ്മുടെ ആടിനെ അല്ലെങ്കിൽ മാടുകളെയൊക്കെ നോക്കാൻ വേണ്ടിയാണ്, 3 വേട്ടക്ക് വേണ്ടിയാണ്. എന്നാൽ നായക്ക് ഭക്ഷണം കൊടുക്കുന്നതിനോ വെള്ളം കൊടുക്കുന്നതിനോ ഒരു പ്രശ്നമില്ല. എന്നാൽ നായ സ്വന്തം വീട്ടിൽ അതിനൊരു സ്റ്റാറ്റസ് ആക്കിക്കൊണ്ടോ അല്ലെങ്കിൽ ഒരു കാവലിന് വേണ്ടിയിട്ടോ വളർത്തുക, അതിനുമായിട്ട് കൂടുതൽ ഇടപെടുക എന്നുള്ളത് മതപരമായിട്ട് പാടില്ലാത്ത ഒരു കാര്യം. റാസി ഓക്കെ ആണോ? ഓക്കെ. എന്നാ ഇനി വേറെ ആർക്കാ ചോദിക്കാനുള്ളേ? പൂച്ചനെ വയ്ക്കൂലേ? പൂച്ചനൊക്കെ വളർത്താം. പൂച്ചനെ വളർത്താന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പ്രാധാന്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വില കൊടുത്തു വാങ്ങാൻ പാടില്ല. എന്താ ബാക്കിയുള്ളവരെ ഇവിടെ കാണാനില്ലല്ലോ? ഹെമിൻ, അബ്ദുൽ ഹാദി, മുഹമ്മദ് നാസിം, ഫദുർ റഹ്മാൻ, അഷ്ഫാഖ്, ക്യാമറ ഓണാക്കി. വളരെ പ്രധാനപ്പെട്ട ചർച്ചകളെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കണം. കുറച്ച് ചർച്ചകൾ നടത്തണം. നിങ്ങൾക്ക് സംശയങ്ങളിലൊക്കെ ചോദിക്കാൻ നമുക്ക് ചർച്ച ചെയ്യും. പൂച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂച്ച വളർത്തുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പൂച്ച നമ്മളുമായിട്ട് യതൂഫൂന എന്നാ പറഞ്ഞത്. അതായത് നമ്മളുമായിട്ട് ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ഒരു ജീവിയാണ്. ചുറ്റിപ്പറ്റിയായിട്ട് അങ്ങനെ അങ്ങോട്ട് നമ്മുടെ കാലിന്റെ അടിയിൽ കൂടി ഇങ്ങനെ നടക്കും, അല്ലെ? ചിലപ്പോൾ നമ്മളങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ അതിന്റെ അടിയിൽ കൂടി ഇങ്ങനെ പോണ്ടാകും.
ചിലപ്പോൾ പുറത്തു കൂടി പോകുന്ന സമയത്ത് അതിന്റെ അടിയിൽ കൂടി ഇങ്ങനെ പോകും. നമ്മളെ കാൽമേളം എന്താ പതെന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോഴായിരിക്കും എന്ത് ചെയ്യുക, മറ്റേ ആളായി കൂടി ഇങ്ങനെ പോകും. പൂച്ചസാർ എന്നാണ് നമ്മളെ സോഷ്യൽ മീഡിയയിൽ തന്നെ പറയാം, അല്ലെ, പൂച്ചസാർ. അപ്പോ ഈ പൂച്ചയെ വളർത്തുക എന്നുള്ളത് എന്താണ്, ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. പൂച്ച നമ്മുടെ ബെഡ്റൂമിൽ കയറുന്നതിനോ അല്ലെങ്കിൽ നമ്മുടെ നിസ്കരിക്കുന്ന ഭാഗത്ത് കയറുന്നത് ഒന്നും പ്രശ്നമില്ല, ഒന്നും പ്രശ്നമില്ല. പക്ഷെ അത് മൂത്രമൊഴിക്കുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യണം, പരിശോധിക്കണം. പൊതുവെ വൃത്തിയുള്ള ജീവിയാണ് പൂച്ച, നല്ല വൃത്തിയുള്ളതാണ്. സ്വന്തം ശരീരത്തെ തന്നെ എപ്പോഴും എന്ത് ചെയ്യും, അതിങ്ങനെ നക്കിക്കൊണ്ടും മറ്റൊക്കെ എന്ത് ചെയ്യും, അത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കും. അല്ലാതെ ചളിയും ചേറും ഒക്കെ ആയിട്ട് പൂച്ചനെ നമ്മൾ കാണൂല, നല്ല വൃത്തിയുള്ളതാണ്. ഇനി എന്നാൽ പൂച്ചയെ വില കൊടുത്തു വാങ്ങുന്ന ആൾക്കാരുണ്ട്, അത് പാടില്ല എന്ന് ഇസ്ലാമിൽ. പൂച്ച പൈസ കൊടുത്തു വാങ്ങാനോ പൈസ കൊടുത്തു വിൽക്കാനോ അല്ലെങ്കിൽ പൈസ വാങ്ങിക്കൊണ്ട് വിൽക്കാനോ പറ്റില്ല. ചില ആൾക്കാരുണ്ടാകും നല്ല രസമുള്ള പൂച്ചകൾ, നല്ല പിന്നെ എന്താണ് ഒരു തടിച്ചിട്ടുള്ള പൂച്ച ഉണ്ടല്ലോ, അതിന്റെ പേരെന്തൊക്കെയുണ്ട്, എനിക്ക് പേര് കറക്റ്റ് അറിയില്ല. അപ്പോ എന്താണ്, അറിയോ പേർഷ്യന് എന്താണ്, പേർഷ്യൻ കാറ്റ്. ആ പേർഷ്യൻ ക്യാറ്റ്. അങ്ങനത്തെ പേർഷ്യൻ ക്യാറ്റ് ഒക്കെ ഉണ്ടാകും. എൻ്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിലൊക്കെ ഉണ്ട്, കണ്ടിട്ടുണ്ട്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനത്തത് കാണുമ്പോൾ എന്ത് ചെയ്യും, ചില ആൾക്കാർ അതിന് 5000 റുപ്യ 10000 റുപ്യ കൊടുത്തിട്ട് എന്ത് ചെയ്യും, വാങ്ങും. പറ്റൂല, പണം കൊടുത്തു വാങ്ങാൻ പാടില്ല. പണം പിന്നെ വാങ്ങിയിട്ട് വിൽക്കാനും പറ്റൂല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്, നിരോധിച്ചിട്ടുള്ളതാണ്. വിരോധിച്ച കാര്യമാണ്, ചെയ്യാൻ പാടില്ല. എന്നാൽ വളർത്താം, അതിനെന്ത് ചെയ്യുക, ഭക്ഷണം കൊടുക്കുക. നമ്മുടെ വീട്ടിൽ നമുക്കൊരു പെറ്റായിട്ട് വളർത്തുന്നതിലൊന്നും തെറ്റില്ല. ഓക്കെ, റിസ്വിക്ക് എന്തോ പറയാണ്ട്, റിസ്വി ഇങ്ങനെ പറയാൻ മുട്ടി നിൽക്കുന്നുണ്ട്. ഇല്ല ഒന്നുമില്ല. ഇല്ല, എന്നാ ബാക്കി ആർക്കെങ്കിലും ചോദിക്കാളെ? അബ്ദുൽ ഹാദി. ആ അന്നേരം വേറൊരാള് പൈസ കൊടുത്തു വാങ്ങിട്ട് അമ്മക്ക് വെറുതെ തരുന്നത് എടുക്കാം. പ്രശ്നമല്ല, നമ്മക്ക് കുറ്റമല്ല, അയാൾക്കാണ് കുറ്റം. അയാളെ നമ്മക്ക് ഫ്രീ ആയിട്ട് വന്നതല്ലേ. അതെ, അതിന് അങ്ങനെയാണ്. പ്രശ്നമില്ല, വളർത്താം. ഓക്കെ, ഇനി ആർക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇതെന്താ ആരും ചോദിക്കണില്ലല്ലോ? വേറെ ഉണ്ട്, എന്തൊക്കെയോ ഡൗട്ടുകൾ ഉണ്ട് നിങ്ങൾക്ക്. ആകെ ഒരു നായും പൂച്ച മാത്രമേ ഉള്ളൂ. പന്നിന്റെ ഫാം നമുക്ക് ഇതാക്കാൻ കഴിയോ? പന്നിന്റെ ഫാമില്ല, ഫാം, ആ അത് നമുക്ക് ആക്കാൻ കഴിയോ? ഉണ്ടാക്കാൻ പറ്റുമെന്നാ, ആ, വളർത്താൻ പറ്റുമെന്നാണോ? ഇല്ലല്ല, വളർത്താൻ പറ്റൂല. പറ്റുമോ? ഇല്ലല്ല, വളർത്താൻ പറ്റും. ഇല്ലല്ല, ഓൾറെഡി നിഷിദ്ധമാക്കപ്പെട്ടതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നജസ്സാണ്. അപ്പൊ ആ നജസ്സിനെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റൂല. ഒന്നാമത്തെ നമുക്കത് പറ്റൂലല്ലോ. പന്നിപ്പോ നമ്മൾ വളർത്തി, എന്നിട്ട് എന്താ നമ്മൾ ചെയ്യാ, അതിനെ തിന്നാൻ പറ്റുമോ? ഇല്ല. അതിനെ വിൽക്കുക എന്നുള്ളതോ, അത് പറ്റൂല. നായയെ വിൽക്കുക എന്നുള്ളത്, നായയുടെ പണവും അതേപോലെ തന്നെ വേശ്യയുടെ പണമൊക്കെ ഒരേപോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടുള്ളത്. അതൊരു മോശം പണമായിട്ടാണ് എണ്ണിയിട്ടുള്ളത്. കാരണം അത് സമൂഹത്തിൽ തന്നെ ഒരുപാട് ഉപദ്രവങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം എന്ത് പറഞ്ഞത്, പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യരുത് എന്ന് ഏത് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യരുത് എന്ന് പറഞ്ഞ ഏത് കാര്യം നോക്കിക്കഴിഞ്ഞാലും അത് ആ വ്യക്തിക്കോ സമൂഹത്തിനോ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും. അള്ളാഹു ചെയ്യാൻ വേണ്ടി പറഞ്ഞതെല്ലാം അത് സമൂഹത്തിനും വ്യക്തിക്കും ലാഭങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും. അവർക്ക് ഹൈറായ ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല മദ്യപിക്കരുത് എന്ന് പറഞ്ഞു. മദ്യപിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ? ബോധം ഉണ്ടാവില്ല. ബോധം ഉണ്ടാവില്ല. ബോധം ഉണ്ടാവില്ല. ബോധം ഇല്ലെങ്കിൽ പിന്നെ എന്താ ഉണ്ടാകുക? ആൾക്കാരെ കൊല്ലും. കൊലപാതകം നടക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും അടി നടക്കും, അല്ലെ, ഭയങ്കര വർത്താനൊക്കെ പറയും. ആകെ ഇത് കുടിച്ചിട്ടുള്ള ഡയലോഗാക്കാര. പിന്നെ കെട്ടിറങ്ങുമ്പോഴൊക്കെ അയ്യോ ഞാൻ മദ്യലഹരിയിലായിരുന്നു അറിയില്ലേ. അപ്പോഴാണ് പല ആൾക്കാരും എന്ത് ചെയ്യുക, ചില ആൾക്കാരൊക്കെ റീല് ചെയ്തിട്ട് അങ്ങോട്ട് കുടുങ്ങലുണ്ട്. നല്ല വെള്ളം അടിച്ചിട്ട് സ്വബോധം നഷ്ടപ്പെട്ടിട്ട് പിന്നെ റീൽ ഓൺ ആക്കിയിട്ട് മുസ്ലിങ്ങൾ അങ്ങനെയാണ്, ഇവരിങ്ങനെയാണ്, മറ്റവരിങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഫുള്ള് വർഗീയത പറയും. എന്നിട്ട് പിറ്റേ ദിവസം പോലീസ് ഇങ്ങനെ മുന്നിൽ വരുമ്പോഴാക്കാളെ സാറേ ഞാൻ വിട്ടുപോയി സാറേ, ഞാൻ അപ്പൊ ആ ഒരു സമയത്ത് എന്റെ മദ്യലഹരി, ഞാൻ ബോധം നഷ്ടപ്പെട്ടിട്ട് പറഞ്ഞാണ്. അത് കേവലം ഒരു വർത്താനത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല, അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അവനെല്ലാ അർത്ഥത്തിലും നഷ്ടമാണ്. അവന്റെ സ്വബോധം നഷ്ടപ്പെടുക മാത്രമല്ല, അവന് മാത്രമല്ല, അവന്റെ ശരീരം അത് അയാൾക്ക് പ്രശ്നം ഉണ്ടാക്കും, അല്ലെ, അയാളുടെ പിന്നെ കരളടിച്ചു പോവും.
മദ്യപിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ക്യാൻസറിന് ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളതാണ്. അതേപോലെ തന്നെ അയാളുടെ ശാരീരികമായിട്ട് അയാൾക്ക് നഷ്ടങ്ങൾ ഉണ്ടാകും. ഭാര്യാഭർത്തൃ ബന്ധം അയാൾക്ക് പിന്നെ എല്ലാ അർത്ഥത്തിലും പിന്നെ പരാജയമായിരിക്കും. അതുപോലെ തന്നെ പിന്നെ അയാളുടെ കുടുംബം അയാൾക്ക് നഷ്ടപ്പെടും. അതുപോലെ തന്നെ ഒരു സമൂഹത്തിന് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കും. സാമ്പത്തികമായ നഷ്ടം, ശാരീരികമായ നഷ്ടം ഒക്കെ ഉണ്ടാകും. അപ്പൊ അള്ളാഹു പറഞ്ഞു പറ്റൂല. അള്ളാഹ് ഏതൊരു കാര്യം പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിലൊരു ഹൈറുണ്ടാവും. അള്ളാഹു ഏതൊരു കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞാലും അതിലൊരു നന്മയുണ്ടാവും. മനസ്സിലാവുണ്ടല്ലേ? ക്ലിയർ ആണോ? ആ അന്നേരം മീന് വാങ്ങിക്കാൻ പറ്റുവാ? മീനോ? വളർത്താൻ ആ പൈസ കൊടുത്തു വാങ്ങാം? വാങ്ങാം. ഓക്കെ. മീന് നമ്മളെന്താ വെച്ചാല് ഇസ്ലാമിൽ 2-3 തരത്തിലാണ് ആ വിഷയത്തിലുള്ളത്. ഒന്നാമത്തത് പിന്നെ മീനിന്റെ നിയമം തന്നെ അത് ചത്താൽ പോലും നമുക്ക് അനുവദനീയമാണ്. ഇപ്പൊ കോഴി ചത്തു കഴിഞ്ഞാൽ നമുക്ക് തിന്നാൻ പറ്റുമോ? ചത്തത് തിന്നും നമ്മളാരെങ്കിലും? ഇല്ല. ഇല്ല. കോഴി ചത്തു കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ പറ്റൂല. ആട് ചത്തു കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ പറ്റൂല. ഒക്കെ അറുക്കണം. അല്ല, അറവ് നടത്തണം. കോഴിനെ അറുക്കണം, അല്ലെങ്കിൽ ആടിനെ അറുക്കണം, പോത്തിനെ അറുക്കണം. അറുത്തിട്ട് തിന്നാൻ പറ്റുള്ളൂ. എന്നാൽ മീനിനാണെങ്കിലും നമ്മൾ അറുക്കുവോ? ഓരോ മത്തിനും പിടിച്ചിട്ട് ഇങ്ങനെ അറുക്കുവോ? ജീവനോടെ അറുക്കുവോ? ഇല്ല. നമുക്ക് കിട്ടണ തന്നെ ചത്തിട്ടാണ്. എങ്കിൽ ചത്തത് തന്നെ അനുവദിക്കപ്പെട്ട 2 ജീവികളുണ്ട്. ചത്താലും നമുക്ക് തിന്നാൻ പറ്റും. ഏതൊക്കെയാ? മീനും ഏതാ? മീന്. പിന്നെ ജറാദ്. ജറാദ്. ഓക്കെ, അഹ്സൻത്. ജറാദ്, വെട്ടുകിളി അറിയും. ചെറിയ എത്ര പോകുന്നൊരു വെട്ടുകിളി ഉണ്ട്. നിങ്ങൾ ഗൾഫിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കാണാൻ പറ്റും. നമ്മുടെ ഹറമിന്റെ ഒക്കെ കൂടി ഇങ്ങനെ പാറി നടക്കാൻ. ഇത് രണ്ടും അനുവദനീയമാണ്. അത് ചത്താലും ശരി അനുവദനീയമാണ്. അപ്പോ ഈ രണ്ടും, ഇപ്പോ മീനിനെ നമുക്ക് അനുവദിക്കപ്പെട്ടു, തിന്നാൻ അനുവദിക്കപ്പെട്ടു. ഏത് മീനും നമുക്ക് തിന്നാം, പ്രശ്നമൊന്നുമില്ല. ഏത് മീനും തിന്നാം. എന്നാൽ പൊതുവെ നമ്മൾ ചില ഭാഗങ്ങൾ, കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ ഈ സ്രാവ് തിന്നാതെ ഒഴിവാക്കാറുണ്ട്. സ്രാവ് ഒഴിവാക്കുന്ന ആൾക്കാരുണ്ട്. പൊതുവെ അങ്ങനെയല്ല, അത് ഒരു മദ്ഹബി വീക്ഷണ പ്രകാരം ഉണ്ട് എന്നല്ലാതെ സ്രാവൊക്കെ കഴിക്കാം, അതിനൊന്നും തെറ്റില്ല. ഇനി പിന്നെ ഇവിടെ അമൽ ചോദിച്ചതിന്റെ ഒരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിനെ നമുക്ക് വളർത്തുക എന്നുള്ളത് എന്തല്ല പ്രശ്നമുള്ള കാര്യമില്ല. പ്രത്യേകിച്ച് 2-3 തരത്തിലുള്ള മീനുണ്ട്. ഒന്ന് നമ്മൾ കച്ചവടത്തിന് വേണ്ടി വളർത്തുന്നുണ്ട്, മറ്റൊന്നൊരു സ്റ്റൈലിന് വേണ്ടി വളർത്തുന്നുണ്ട്, അല്ലേ? അതായത് നമ്മള് പിന്നെ എന്താണ്, അതിന് കുറെ പേരുകളുണ്ടല്ലോ. ചെറിയ ചെറിയ മീനുകളില്ലേ ഇടോ, ഫൈറ്റർ ഫിഷ്, ഗോൾഡ് ഫിഷ് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടില്ലേ? ഗപ്പി. ഗപ്പി. ഗപ്പി, ഗോൾഡ് ഫിഷ്. പിന്നെന്താ കുട്ടികൾ, എന്റെ മക്കള് ചോദിക്കാറുണ്ട് എങ്ങനെ ആ പേരുകൾ. എന്താണ്? മനസ്സിലാക്കുന്നുണ്ടോ? ഫൈറ്റർ ഫിഷ്, ഏതാ? മൈക്രോ? ഫൈറ്റർ ഫിഷ്. ഫൈറ്റർ അല്ലെ? ഓക്കെ. അങ്ങനെ കുറെ പേരുകളുണ്ട്. അങ്ങനത്തെ പിന്നെ മീനുകൾ വാങ്ങുന്നതോ അല്ലെങ്കിൽ പിന്നെ അത് വിൽക്കുന്നതോ ഒന്നും എന്തല്ല, തെറ്റല്ല. അത് നമുക്ക് വളർത്തുകയും ചെയ്യും, അതിനൊന്നും പ്രശ്നമല്ല. പക്ഷെ അത് എടുത്തിട്ട് നമ്മൾ നേരെ കിണറ്റ് കൊണ്ടിട്ട് കഴിഞ്ഞാലോ അതപ്പം തന്നെ ചാവും. അത് വളർത്താനുള്ളതാ. അത് പ്രത്യേകിച്ച് എന്ത് ചെയ്യും, അതിനായിട്ടുള്ളൊരു പിന്നെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരും. എന്നിട്ട് അതിൽ വളർത്തേണ്ടി വരും. ഒന്നുകിൽ അക്വേറിയം പോലെ ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ കുളങ്ങളായിരിക്കും. ആ രൂപത്തിലൊക്കെ എന്ത് ചെയ്യാം, അതിനെ വളർത്തി എന്നുള്ളത് കൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, റെഡി? പാമ്പിനെ വളർത്താൻ എനിക്കോ? പാമ്പിനെ പോയി പാമ്പ് മുഖത്തിയോ? പാമ്പിനെ വളർത്താൻ പറഞ്ഞു കഴിഞ്ഞാല് വളർത്തിയ കയ്യിന് തന്നെ കുത്തു കിട്ടും. പാമ്പിന് പാല് കൊടുക്കാന്നൊക്കെ കേട്ടിട്ടില്ലേ? വിഷമില്ലാത്ത പാമ്പ്. അല്ല, വളർത്തല് ശരിക്ക് അങ്ങനെ ഒരു ഇത് കേട്ടിട്ടില്ല, എന്റെ അറിവിലില്ല. അള്ളാഹു അല. അങ്ങനെ വളർത്തുന്നത് എവിടെയും ചരിത്രപരമായിട്ട് പാമ്പിനെ വളർത്തിയ സ്വഹാബീനെ കണ്ടിട്ടില്ല. ഓക്കെ. ആകെ മൂസാ നബിന്റെ കാലത്ത് മാത്രമാണ് ഒരു പാമ്പിന്റെ വിഷയം വരുന്നത്. അത് പിന്നെ മറ്റേ വടിയിട്ട പാമ്പാകുക എന്നുള്ളതാണ്. അദ്ദേഹം വളർത്താൻ വേണ്ടി നിൽക്കല്ല. ഓക്കെ. എന്നാ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചോദിച്ചോളി. നമ്മുടെ ബോഡിയിലെ ഏറ്റവും നല്ല ഓർഗൻ ഏത്? ഏതാ ബോഡിയിലെ ഏറ്റവും നല്ല ഓർഗൻ ഏതാണോ? ഏതാ? അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തീർച്ചയായും നമ്മുടെ ശരീരത്തിൽ ഒരു മാംസ കഷ്ണമുണ്ട്. അത് നന്നായാൽ എല്ലാം നന്നായി, അത് മോശമായാൽ എല്ലാം മോശമായി. അപ്പൊ സഹാബ ചോദിച്ചു അത് ഏതാ? അൽ ഖൽബ്, ഹൃദയം. ഹൃദയമാണ് ഏറ്റവും നല്ലത്.
അത് നന്നായ എല്ലാം നന്നു, അത് മോശമായ എല്ലാം മോശം. ഓക്കെ, സാറ് എനിക്ക് ഒരു സംശയമുണ്ട്. ഈ ആ നമ്മൾ എന്താണ് എന്റെ സംശയം? മരിച്ചാൽ നമുക്ക് ഓർഗൻസ് ഒക്കെ വേറെ ആൾക്കാർക്ക് കൊടുക്കാൻ നിൽക്കോ? ആ ഓ ഭയങ്കര സംശയാട്ടോ. അത് വലിയ വിശദീകരണം വേണ്ടതാണ്. അതായത് നമ്മള് പിന്നെ ഓർഗൻസ് കൊടുക്കുക, നമ്മുടെ നാട്ടിൽ പൊതുവെ പിന്നെ ചില ആൾക്കാർ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കും. വേറെ ചില ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ ഇന്റെ കണ്ണ് ഇന്ന ആൾക്ക് കൊടുക്കണം, അല്ലെങ്കിൽ കണ്ണ് ഞാനിതാ പിന്നെ ഓ ഇന്ന ഇവർക്ക് എഴുതി വെച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്ന പ്രയോഗങ്ങളുണ്ട്. സത്യത്തിൽ മതപരമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇസ്ലാമികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ, നമ്മളെ കൊണ്ട് എത്രത്തോളം ഒരാൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമുക്ക് ചെയ്യാം. ഞാൻ പറയണ മുഴുവൻ കേൾക്കണം. ഒരാൾക്ക് നമ്മൾ എന്തെല്ലാം ഹെൽപ്പുകൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ അത് നമ്മുടേതായിരിക്കും. നമ്മുടെ ഒരു സാധനം എന്ത് ചെയ്യാൻ നമുക്ക് കൊടുക്കാം. നമ്മളെ അപ്പുറത്തെ വീട്ടിലത്തെ ഒരാളെ എടുത്തിട്ട് ഇപ്പുറത്തെ വീട്ടിലത്തെ ആൾക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. നമ്മളത് മാത്രമാണ് എന്ത് ചെയ്യാൻ കൊടുക്കാൻ പറ്റുക. എങ്കിൽ നമ്മുടെ ഈ ഓർഗൻസ് ഒന്നും ശരിക്കും നമ്മുടേതല്ലല്ലോ. പടച്ചോൻ നമ്മൾക്ക് എന്ത് ചെയ്യാണ്, കാണാൻ കണ്ണ് തന്നു, പിടിക്കാൻ കൈ തന്നു, ശരീരത്തിലെ ഓരോ അവയവങ്ങളൊക്കെ തന്നു. അപ്പൊ ഇത് നമ്മൾ നമ്മുടെ ഇഷ്ടപ്രകാരം അതിന് പിന്നെ വിൽക്കുക, അതിന് പൈസ വാങ്ങുക എന്നുള്ളത് ശരിയല്ല. ഒന്നാമത്തെ വിഷയം ശരിയല്ല. പ്രത്യേകിച്ച് ജീവനുള്ള സമയത്ത് നമ്മൾ ജീവിച്ചിരിക്കെ നമ്മുടെ ഓർഗൻസ് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റൂല. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മരിക്കുമെങ്കിൽ നമ്മൾ കൊടുക്കാൻ പറ്റും. എന്നാൽ അത് എടുത്തു എന്നുള്ളത് കൊണ്ട് നമുക്കോ അത് വെച്ചു എന്നുള്ളത് കൊണ്ട് അയാൾക്കോ പ്രയാസം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, അയാളുടെ ജീവൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അത് കൊടുക്കാം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതും കൊടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞവരുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ തന്നെ പറയണത്, ഓരോന്നും വിശദീകരിച്ച് പറയാം. അപ്പോ പിന്നെ എന്തായാലും ജീവനുള്ള സമയത്ത്, നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് ആവശ്യമുള്ളത് എന്റെ കണ്ണ്, ഞാനപ്പം എന്റെ കണ്ണ് വേറൊരാൾക്ക് കൊടുക്കുക, അല്ലെങ്കിൽ എന്റെ ഹൃദയം വേറൊരാൾക്ക് കൊടുക്കുക. പിന്നെ എനിക്ക് എവിടെ ഹൃദയം ഉണ്ടാകുക? അത് പറ്റൂല. നമ്മൾ വർത്താനം പറയും, എന്റെ കൽബ് ഞാൻ അടക്കന്റെ തന്നിക്കണം എന്നൊക്കെ പറയാം. ഡയലോഗ് അടിക്കാൻ നല്ലത് എന്ത് ചെയ്യാൻ പറ്റൂല, ശരിക്കും കൊടുക്കാൻ പറ്റും. ശരിക്കും കൊടുത്തതിനാ പ്രശ്നം. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു വിഷയം അതിൽ വരുന്നത്, ഇപ്പൊ ജീവനോട് കൂടിയുള്ള സമയത്താണെങ്കിൽ ഇങ്ങനെ. എന്നാൽ ഒരാള് മരണപ്പെട്ടു, ഒരാൾ മരിച്ചു, അപ്പോ അയാളുടെ ഓർഗൻസ് കൊടുക്കുക എന്നുള്ളത് പറ്റൂല്ലേ? ആ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വലിയ ചർച്ചയുണ്ട്. കൊടുക്കാം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, കൊടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട്. അവിടെ നമ്മൾ കൊടുക്കുക എന്ന് പറയുമ്പോൾ പോലും ചില നിബന്ധനകളുണ്ട്. ഒരിക്കലും അത് പണത്തിന് വേണ്ടിയാകാൻ പാടില്ല. ഇന്ന് നമ്മുടെ നാട്ടിൽ പലതും എന്ത് ചെയ്യണം, കിഡ്നി O പോസിറ്റീവ് കിഡ്നി ഉണ്ടോ 2 ലക്ഷം, A+ ആണോ 5 ലക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ A നെഗറ്റീവ് ആണെങ്കിൽ ഇത്ര, ഇങ്ങനെ റയർ ആയതിനൊക്കെ എന്ത് ചെയ്യുക, വളരെ വലിയ മൂല്യങ്ങൾ പറയുന്ന ഒരവസ്ഥ. ഇന്ന് അതൊരു കച്ചവട മേഖലയാണ്. നമുക്കറിയാലോ അല്ലെ, ഹോസ്പിറ്റലുകളിലൊക്കെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കച്ചവടമായിട്ട് നടക്കുന്നുണ്ട്. ബോധപൂർവമായിക്കൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത ഓപ്പറേഷൻ ചെയ്തുകൊണ്ടൊക്കെ പലരുടെയും കിഡ്നി വരെ എടുത്തു മാറ്റി. കുറച്ചു കാലം മുമ്പ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മനോരമ ദിനപത്രത്തിലായിരുന്നു തോന്നുന്നു, ഒരു തുടർച്ചയായ ഒരു ഫീച്ചർ തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഈ വിഷയത്തിൽ. എത്രയെന്ന് ചോദിച്ചാൽ, ഒരാൾ വയറുവേദന പറഞ്ഞിട്ട് എന്ത് ചെയ്ത്, ഒരു ബംഗാളിയായ ഒരാൾ ഹോസ്പിറ്റലിൽ പോയി, വയറുവേദന പറഞ്ഞു പോയതാ. പിന്നെ ഓന്റെ ഇതൊക്കെ കഴിഞ്ഞു, ഓനക്ക് എന്തോ ഒരു ഇഞ്ചക്ഷൻ ഒക്കെ കൊടുത്തു വെച്ചു. പിന്നെ നോക്കുമ്പോ ഇവിടെ ഒരു പാടുണ്ട്. അപ്പൊ അത് വയറുവേദന ഓനെ പറഞ്ഞ് പറ്റിച്ചു വരും. കുറച്ചു കാലം കഴിഞ്ഞിട്ട് ഇവർ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്തോ എക്സ്റേ എടുക്കുന്ന സമയത്തോ ടെസ്റ്റ് ചെയ്ത സമയത്തോ ആണ് അറിയണത് ഇവന്റെ ഒരു കിഡ്നി ഇല്ല, ഇവനക്ക് ഒരു കിഡ്നി ഉള്ളൂ. ഒരു കിഡ്നി ഇവൻ അടിച്ചു മാറ്റിക്കണ്. ആരെ? ഈ ഹോസ്പിറ്റലിൽ. അങ്ങനത്തെ ടീമുണ്ട്. ഞങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങൾ വെറുതെ ഒന്ന് മാനോടൊക്കെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒരാവശ്യമില്ലാത്ത ടെസ്റ്റുകൾ നടത്തല്, അതേപോലെ തന്നെ ഒരാവശ്യമില്ലാതെ അവിടെ ഹോസ്പിറ്റലിൽ കിടത്തല്, ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടും മറ്റൊക്കെ എന്ത് ചെയ്യും, അത് വേണം ഇത് വേണം മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്ന കുറച്ചാളുകളെങ്കിലും ഇന്ന് സമൂഹത്തിലുണ്ട്. എല്ലാ ഡോക്ടർമാരും അങ്ങനെയാണെന്നൊന്നും ഞാൻ പറയില്ല, ചിലരെങ്കിലും അങ്ങനെയാണ്. അവരുടെ ടാർഗറ്റ് തികക്കാനും മറ്റൊക്കെ ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഏതായിരുന്നാലും അവർക്കിടയിൽ ഇങ്ങനെ ഈ ഒരു എന്താണ് ഡോണർ ആകുക എന്ന നിലയ്ക്ക് നമ്മളിങ്ങനെ നമ്മുടെ അവയവങ്ങൾ കൊടുക്കുക എന്നുള്ളത് അതെന്തല്ല, അനുവദനീയമല്ല. ജീവിച്ചിരിക്കും എന്തായാലും പറ്റൂല, മരിച്ചു കഴിഞ്ഞാൽ അനുവദനീയമാണ് എന്ന് പറഞ്ഞവർ തന്നെ അത് സമ്പത്തിന് വേണ്ടി,
പൈസക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, അങ്ങനെ വിൽക്കാൻ പാടില്ല. ഇനി അല്ല, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അത് വേറൊരാളുടെ ജീവന് കിട്ടുന്നതാണെന്നുണ്ടെങ്കിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞത് കൊടുത്തു എന്നുള്ളത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. കൊടുക്കൂല എന്ന് പറഞ്ഞവരുണ്ട് കേട്ടോ, കൊടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞവരുണ്ട്, കൊടുക്ക എന്ന് പറഞ്ഞവരുണ്ട്. കൊടുക്കാം എന്ന് പറഞ്ഞ ആളുകൾ പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരാളെ കൊണ്ട് നമുക്കൊരു ഉപകാരം കിട്ടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അയാൾക്കൊരു ജീവിതം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കലല്ലേ ഖൈർ. അപ്പൊ മറ്റു ചില പണ്ഡിതന്മാർ ഹേമീൻ ഇത് കേക്ക് കണക്ക പറഞ്ഞ ഹേമീൻ ഇത് ചോദിച്ചിട്ടും അവിടെ വർത്താനം പറയാം. അല്ല ഇമ്മ ക്വസ്റ്റ്യൻ ആ അമ്മ ചോദിക്കാം. ഓക്കെ, എല്ലാരും കേട്ടോളി, കുഴപ്പമില്ല. അപ്പോ എന്നാൽ ഈ ഒരു വിഷയമുണ്ട്. അതായത് പിന്നെ നമ്മൾ അവിടെ കൊടുക്കണ്ട എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ അയാൾക്ക് പടച്ചോൻ വിധിച്ചതാണ് അയാൾക്ക് അങ്ങനെ ഒരു അവസ്ഥ, ആ രോഗം. അപ്പൊ അത് നമ്മളെ അവയവം എടുത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അയാൾക്ക് എന്താണോ വിധിയുള്ളത് അത് സംഭവിക്കും എന്ന് പറഞ്ഞു. അപ്പൊ കൊടുക്കണം എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞതെന്ന് വെച്ചാൽ എന്നാലും നമ്മൾ എന്ത് ചെയ്യുക, ഒരാളെ സഹായിക്കുക എന്ന നിലക്ക്. കാരണം ഇയാൾ മരിച്ചു കഴിഞ്ഞു, ഇനി അയാളെ ഖബറിലേക്ക് വെക്കാനുള്ളതാണ്, അതങ്ങനെ നശിച്ചു പോകാനുള്ളതാണ്. അപ്പോ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ് ചില സഹായങ്ങളൊക്കെ നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞു, പരസ്പരം തആവനു അലൽ ബിർരി വത്തഖ്വ, നന്മയുടെ കാര്യത്തിൽ നിങ്ങൾ സഹായിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഓർഗൻസ് മറ്റൊരാൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ കൊടുക്കാം, പക്ഷെ പണത്തിനാകാൻ പാടില്ല എന്ന നിലക്ക് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട്, കൊടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞവരും ഉണ്ട്. ഓക്കെ, അതിൽ വലിയൊരു ചർച്ചയാണ്, കാരണം നബിന്റെ കാലത്ത് ഇതില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഭൗതികമായിട്ടൊരു ചർച്ച വരുന്നത്. ഓക്കെ, ഇനി എന്തല്ലേ, ഇവിടെ നല്ല നല്ല ചോദ്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ, മാഷാ അല്ലാഹ്. ചോദിക്കടോ. ഖുറാനിൽ പറയുന്നത് നബിയെ ജീവിച്ചിട്ടുണ്ടായിട്ടും അതോ കുറെ ഉണ്ടായിനാ? എന്താണ് ഖുറാനിൽ പറയുന്നത്ര നബി ഉണ്ടായിട്ടും അതോ അതിന് കാട്ടി ഉണ്ടായിനാ? ഖുർആനിൽ പേരെടുത്തു പറഞ്ഞ നബിമാരെ കുറിച്ച് പറയണേ. ആ നബിമാര് 25 പ്രവാചകന്മാരാണ് ഖുർആനിൽ പേരെടുത്തു പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ പേര് പറയാതെ സൂചനകൾ പറഞ്ഞവരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പരിശോധിക്കുമ്പോൾ ഈ ലോകത്തേക്ക് 1,24,000-ഓളം പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. അവിടെ ചിലപ്പോൾ ഇന്ത്യയിൽ വന്നിട്ടുണ്ടാകും, കേരളത്തിൽ വന്നിട്ടുണ്ടാകും, പല നാടുകളിലും വന്നിട്ടുണ്ടാകും. 1,24,000-ഓളം പ്രവാചകന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ലോകത്തേക്ക് വന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും, ഒരു സമൂഹം കഴിഞ്ഞു പോയിട്ടില്ല ഇല്ലാ ഫിഹാ അലാ നദീർ, അതിലൊരു താക്കീതുകാരൻ വരാതെ, അതായത് ഒരു പ്രവാചകൻ വരാതെ എന്ത് ചെയ്തിട്ടില്ല, ഒരു സമൂഹവും കഴിഞ്ഞു പോയിട്ടില്ല എന്നാണ്. അപ്പൊ എന്താണ്, ഏതൊരു സമൂഹത്തിലും ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ, അപ്പൊ 1,00,000-ൽ പരം പ്രവാചകന്മാർ എന്തായാലും വന്നിട്ടുണ്ട്. അതിൽ ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞിട്ടുള്ളത് 25 ആളുകൾ മാത്രം. അത് ആർക്കൊക്കെ അറിയാം 25 പ്രവാചകന്മാരുടെ പേര്? എനിക്ക് 5-10 അറിയുള്ളൂ. 5-10 ഉള്ളൂ. 25 ആർക്കും അറിയാൻ പറ്റും. 25 മറന്നുപോയി. നമുക്കൊരു വർക്ക് തന്നാലോ നിങ്ങൾക്ക്, ചെറിയൊരു വർക്ക്. ഖുർആനിൽ പേര് പറയപ്പെട്ട 25 പ്രവാചകന്മാരുടെ പേര് ഇങ്ങോട്ടൊന്ന് എഴുതുക, ഒരു പേപ്പറിൽ എഴുതുക, ഒരു നോട്ട്ബുക്കിൽ എഴുതിയാൽ മതി. നിങ്ങൾ ഓൾറെഡി നോട്ട്ബുക്കില്ലേ, അതെടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കാം, ടീച്ചറെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം, ആ ടീച്ചർക്ക് അയച്ചാൽ മതി. ഒരു വർക്ക് കേട്ടോ, ഖുർആനിൽ പേര് പറയപ്പെട്ട 25 പ്രവാചകൻ: ആദം, ഇദ്രീസ്, നൂഹ്, ഹൂദ്, സ്വാലിഹ്, ഇബ്രാഹിം എന്നിട്ട് ഇങ്ങനെ എണ്ണീട്ട് എന്ത് ചെയ്യുക, ആ 25. മുഹമ്മദ് ഇഷാൻ കേൾക്കുന്നില്ലേ മോനെ? ഓക്കെ, എന്നാ ഹോംവർക്ക് എന്നുള്ള നിലക്ക് എഴുതിക്കോ, ഹോംവർക്ക് എന്നുള്ള നിലക്ക് എഴുതിയാൽ മതി. ഇങ്ങനെ ഹോംവർക്ക് ആ പതിലിജ എവിടെ? എപ്പോഴും ലാസ്റ്റ് വണ്ടിയാണല്ലോ എന്റെ. ഇജ എവിടെന്ന് എന്നെ കാണാല്ല? വീട്ടിലോ? എന്നിട്ട് എവിടെ കാണാല്ലെന്ന് നോക്കാണ് നിങ്ങളെ പറയുമ്പോൾ നോക്കിക്കൊണ്ടിരിക്ക. ഇന്നെ നോക്കുക? ഇല്ല, പറയുമ്പോൾ ഞാൻ നോക്കി നിൽക്കാണ്. എന്തിന്? നിങ്ങളെ പറയുമ്പോൾ ഞാൻ നോക്കി നിൽക്കാണ്. ആ എവിടെ നിന്നിട്ട് അന്നെ കാണില്ലേ? അന്നെ കാണാൻ പൂതിയേക്കണ എനിക്ക്, ലക്ഷദ്വീപിക്ക് വരാൻ വേണ്ടിട്ടാ. നോക്ക്, എന്നെ ക്യാമറ ഓൺ ആക്കിയാ നോക്ക്. ഉപ്പായിട്ടില്ല.
ക്യാമറ ഓൺ ആക്കിയിട്ടില്ലേ ജു? ആകെ എന്നെ കാണാൻ അവിടെ വരുന്ന തന്നെ വേണം. കണ്ടാ എന്തൊരു ലുക്കുള്ള മനുഷ്യനാണ്. ആ ചിരി കണ്ട അല്ലേ? മാഷാ അല്ലാ, മാഷാ അല്ലാ. ഓക്കെ, എന്നാ വർക്ക് തന്നിട്ടുണ്ട്, ആ വർക്ക് എഴുതണം. നോട്ട് ബുക്ക് എടുത്തിട്ട് വരാം. എന്നാ വേഗം പടച്ച റബ്ബേ, വേഗം വാ. നഞ്ഞു വേറെന്താ ഡൗട്ട് ഉള്ളത്? മുഹമ്മദ് നാസിം, ഇത് ക്യാമറ ഓൺ ആക്കണില്ല. ഹെമിൻ, ഫൗസിയ എന്ന പേരിലുള്ളതാരാ? ഫസ്റ്റ് കയറിയ ആളാണ്. ഇതുവരെ ആയിട്ട് ക്യാമറ ഓൺ ആക്കിയിട്ടില്ല, ഒരു വർത്താനം പറയില്ല. മുജിത്തഹിദ എന്തൊന്നും ചോദിക്കാത്തെന്ന്? ഭയങ്കര ആക്റ്റീവായ ആളാണല്ലോ. എന്താ എഴുതണ്ടേ? എന്താ എഴുതണ്ടേന്നോ? എഴുതണ്ട ഖുർആനിൽ പറയപ്പെട്ട 25 പ്രവാചകന്മാരുടെ പേര്. മുജിത്തഹിദ് പറയാം. അയ്യോ, ഒന്നും ചോദിക്കില്ല അതുകൊണ്ടാണ്. ഇല്ല, എന്താണ് നിങ്ങൾ ആരും ചോദിക്കണില്ല, പിന്നെ ഞാൻ ചോദിക്കും. നിങ്ങൾക്ക് ആർക്കും ചോദിക്കണ്ടോ? ഉണ്ടോ അല്ലേ? ഇല്ല, എന്നാ ഞാൻ ചോദിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ. പുരുഷന്മാർക്ക് സ്വർണം അനുവദനീയമല്ലാത്തതിന്റെ കാരണം? ഓക്കെ. പുരുഷന്മാർക്ക് സ്വർണം അനുവദനീയമല്ല. സമ്പാദിക്കുന്നതിന് പ്രശ്നമല്ല. സ്വർണം എത്ര വേണമെങ്കിലും സമ്പാദിക്കാം, പ്രശ്നമില്ല. പക്ഷെ ഇതൊരു ആഭരണമാക്കുക എന്നതാണ് അനുവദനീയമല്ലാത്തത്. കാരണം ചില കാര്യങ്ങൾ പുരുഷന്മാർക്കില്ല, ചില കാര്യങ്ങൾ സ്ത്രീകൾക്കില്ല. പുരുഷനും സ്ത്രീയും വ്യത്യസ്തമാണല്ലോ. പുരുഷനെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ അനുവദനീയമാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഒരു 3/4 അതേപോലെ ഒരു ബനിയനെ കെട്ടിട്ട് പുറത്തിറങ്ങാം. പെണ്ണുങ്ങൾക്ക് അത് പറ്റുമോ? പറ്റും. മതപരമായിട്ട് പറ്റൂലല്ലോ, പറ്റൂല. അതേപോലെ തന്നെ പെണ്ണുങ്ങൾക്ക് എന്ത് ചെയ്യാം, എത്ര വേണമെങ്കിലും സ്വർണം ധരിക്കാം, പ്രശ്നമില്ല. പക്ഷെ അത് ആണുങ്ങൾക്ക് പറ്റുമോ? ഇല്ല. ചില കാര്യങ്ങൾ എന്താണ്, ഇസ്ലാമിൽ അങ്ങനെ ചില നിബന്ധനകളുണ്ട്. ആണിന് എന്ത്, പെണ്ണിന് എന്ത് എന്നുള്ളത്. അപ്പൊ അതിൽ അള്ളാഹ് ഒരു നിയമമാക്കി, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നിയമമാക്കി പറഞ്ഞതാണത്. ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ആദ്യ കാലഘട്ടത്തിൽ പിന്നെ സ്വർണം ഉപയോഗിക്കാമായിരുന്നു. അതുകൊണ്ടാണ് ചരിത്രത്തിൽ കാണാൻ പറ്റും, ഒരു സ്വഹാബി സ്വർണ്ണമോതിരം ധരിച്ചു വന്നു. ആ കാലഘട്ടത്തിൽ എന്ത് ചെയ്തിട്ടില്ല, പിന്നെ സ്വർണം നിഷിദ്ധമാക്കിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹയി കിട്ടി, സ്വർണം നിഷിദ്ധമാണ്, അത് ഒഴിവാക്കണം, പുരുഷന്മാർ അത് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ സ്വഹാബി അത് കേട്ടിട്ടില്ല. അതേ ഇങ്ങനെ വന്ന സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കാണുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, അതെടുത്തിട്ട് വലിച്ചെറിയാൻ പറഞ്ഞു. അങ്ങനെ അത് ഒഴിവാക്കി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പോയി. അപ്പോ ബാക്കിയുള്ളവർ പറഞ്ഞു, എല്ലാം എടുത്തടാ, എന്നിട്ട് ഭാര്യക്കോ മറ്റു മക്കൾക്കോ വേറെ ആർക്കെങ്കിലും കൊടുക്കാലോ, അത് നിനക്കല്ലേ പറ്റാത്തോ, ആണുങ്ങൾക്ക് പറ്റൂല എന്നാണല്ലോ, ബാക്കി ആർക്കെങ്കിലും കൊടുക്കാലോ. ഉടനെ ആ സഹാബി പറയുന്ന ഒരു വാചകമുണ്ട്, അള്ളാന്റെ റസൂല് വിലക്കിയ ഒരു കാര്യം ഞാൻ പിന്നെ എടുക്കേ, ഞാൻ അതെന്തായാലും പിന്നെ എടുക്കൂല എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിന് പൂർണ്ണമായി കൊണ്ട് അംഗീകരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ഓക്കെ, ക്ലിയർ ആണോ? സാറേ, ആ, പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്യാൻ എനിക്കോ? പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ എനിക്കോ? ചെയ്യാൻ പറ്റുമെന്നോ? ആ, എങ്ങനെ, എന്ത് സർജറിയാണ് അത് പറയാം. മുഖമൊക്കെ മാറ്റാം അങ്ങനെ. പൂർണ്ണമായിട്ട് മാറ്റിയേ? അല്ല, മുഖം ചീനിട്ട് വേറെ ആളുടെ മുഖം ഇപ്പൊ ഒരാൾക്ക് ഒരു ആക്സിഡന്റ് പറ്റി, അങ്ങനെ അയാളുടെ മുഖം മുഴുവനായിട്ട് ഇത് പൊള്ളിപ്പോയി. അപ്പോൾ അയാളുടെ തുടയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മറ്റു ശരീരത്തിൽ കൂടുതൽ മാംസങ്ങളുള്ള ഭാഗത്തുനിന്നോ എടുത്തിട്ട് അത് മുഖത്ത് വെച്ചു എന്നുള്ളതിന് കൊണ്ട് കുഴപ്പമില്ല. അതല്ലാതെ ഒരാൾ സ്വന്തം ഐഡന്റിറ്റി മാറ്റാൻ വേണ്ടിയിട്ട്, അയാളുടെ ഐഡന്റിറ്റി തന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, വേറൊരാളെ പോലെ ആകാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് സർജറി ചെയ്യുക എന്നത് പറ്റില്ല. അല്ലാതെ ഒരു അസുഖം ബാധിച്ചു, അല്ലെങ്കിൽ ഒരു ചികിത്സക്ക് വേണ്ടി, അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസങ്ങൾ ഉണ്ടായി, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ മാത്രം എന്ത് ചെയ്യും, ഈ സർജറി അനുവദനീയമാണ്. അത് തന്നെ ഒരാൾ പൂർണ്ണമായി മറ്റൊരാളാകുക എന്നുള്ള നിലക്കാണെങ്കിൽ പറ്റൂല. കാരണം അത് ചൂഷണങ്ങൾക്ക് സാധ്യത ഉണ്ടല്ലോ, അല്ലെ? ഒരു ഉദാഹരണം പറയാ, ഒരാൾ പ്ലാസ്റ്റിക് സർജറി മാറ്റിയിട്ട് എന്ത് ചെയ്യുക, മെല്ലെ പ്രധാനമന്ത്രിന്റെ രൂപം സ്വീകരിച്ചു, എന്നിട്ട് ഇങ്ങനെ ആളുകൾക്ക് ഇടയിൽ പിത്തനുണ്ടാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് പ്രയാസം ഉണ്ടാക്കൂലേ?
അല്ലേ? ആ അത് സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്ന് വലിയ സാമ്പത്തിക ബാധ്യതയാണ് അതിനുണ്ടാകുക. രണ്ടാമത്തത് ഇസ്ലാമികമായിട്ട് എന്തല്ല, അങ്ങനെ ഒരാൾ മറ്റൊരാളുടെ ഐഡന്റിറ്റി സ്വീകരിക്കുക എന്നുള്ളതോ അല്ലെങ്കിൽ സ്വന്തം ഐഡന്റിറ്റി ഒഴിവാക്കി വേറൊന്നിലേക്ക് പോകുക എന്നുള്ളതോ അനുവദിക്കപ്പെട്ടതല്ല. എന്നാൽ ഒരാൾക്ക് എന്ത് ചെയ്തു, ഇപ്പൊ ചരിത്രത്തിൽ തന്നെ കാണാൻ പറ്റും, ഒരു സ്വഹാബിക്ക് ഒരു യുദ്ധത്തിൽ അദ്ദേഹത്തിന്റെ മൂക്ക് മുറിഞ്ഞുപോയി. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, ഒരു വെള്ളിയുടെ മൂക്ക് വെക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ സ്മെല്ല് വരാൻ തുടങ്ങി. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, എന്നാൽ സ്വർണത്തിന്റെ മൂക്ക് വെക്കാൻ വേണ്ടി പറഞ്ഞു. സ്വർണം ഒരുക്കിയിട്ട് എന്ത് ചെയ്തു, അതേപോലെ ഒരു മൂക്ക് പോലെ ആക്കിയിട്ട് അത് വെക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അത് ജീവിച്ചിരുന്നത്. അതായത് സ്വർണ്ണ പല്ല് വെക്ക എന്നുള്ളതിന് പണ്ഡിതന്മാർ എണ്ണി പറയുന്ന ഒരു കാര്യമാണ് ഈ ഒരു മൂക്ക് വെച്ചു എന്ന് പറയുന്നത്. ആ രൂപത്തിൽ ഒരാൾ എന്ത് ചെയ്തു, സർജറിയുടെ ഒരു ശാരീരികാവസ്ഥക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു രൂപം എന്ന നിലക്ക് ചെയ്തു എന്നുള്ളത് കൊണ്ട് കുഴപ്പമില്ല. അതേപോലെ ആ സ്വർണ്ണ പല്ലൊക്കെ അല്ല, അതിനെ ആ വിഷയത്തിൽ പണ്ഡിതന്മാര് പറയുന്ന കാര്യമാണത്. സാധാരണ അതല്ലാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ അതാണ് ഉപയോഗപ്പെടുത്തേണ്ടത്. സ്വർണത്തിൻ്റെതല്ലാത്ത പല്ലുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് എന്ത് ചെയ്യേണ്ടത്, വേണ്ടത്. അപ്പൊ മൂക്ക് എന്നുള്ളത് എന്താണ്, പൊതുവെ ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണല്ലോ. പല്ല് നമുക്ക് വേറെ ഉള്ളതും വെക്കാം. വെള്ളി മോതിരം സുന്നത്തല്ലേ? ഏതാ? വെള്ളി മോതിരം ധരിച്ചൂടെ? ധരിക്കാം. അതിനെ പണ്ഡിതന്മാർക്കിടയിൽ എന്താന്ന് വെച്ചാല്, ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ഉണ്ടായിരുന്നു ഒരു വെള്ളി മോതിരം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു ഹദീസാണ്. ആ ഒരു അർത്ഥത്തിൽ അതന്നെ ഇപ്പൊ ചില ഉസ്താദുമാരെ കയ്യിലുണ്ട് ബടി ബടി ബടെ ബടക്കെ ഇട്ടിട്ട് ഇങ്ങനെ, അങ്ങനെയൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ വിരലിൽ മാത്രം, അത് ചെറുവിരലിൽ മാത്രമായിട്ടൊരു മോതിരം ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനെ വേണമെങ്കിൽ ഇട്ടാൽ മതി, അല്ലാതെ ധാരാളമായിട്ടുള്ള ആവശ്യമൊന്നുമില്ല. ചില ആൾക്കാർ മോതിരം പറ്റൂല എന്ന് പറഞ്ഞിട്ട് പിന്നെ ടീച്ചറെ കഴുത്തിൽ ചങ്ങല ഇടാൻ തുടങ്ങി, കയ്യുമ്മ മറ്റേ സാധനം ഇടാൻ തുടങ്ങി. അതൊന്നും പറ്റൂല, അതൊന്നും ശരിയല്ല. സാറേ, മരിച്ചവരെ സ്വപ്നം കാണൽ നല്ലതാ? ആരനെ? മരിച്ചവരെ സ്വപ്നം കാണൽ നല്ലതാ? നല്ലത് എന്ന് പറയാൻ പറ്റൂല, മോശം എന്ന് പറയാൻ പറ്റില്ല. കാരണം സ്വപ്നം എന്നുള്ളത് എന്താണ്, നമ്മുടെ മനസ്സ് പോലെയാണ്, ഉപബോധ മനസ്സിനനുസരിച്ചിട്ടാണ് ഉണ്ടാകുക. ചിലതെന്ത് ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കാണാൻ പറ്റും, അർറുഇയ തലാത്ത, സ്വപ്നം എന്ന് പറഞ്ഞാൽ 3 എണ്ണമാണ്. ഒന്ന് അർറുഇയ സ്വാലിഹ, നല്ല സ്വപ്നങ്ങൾ. അത് കണ്ടാൽ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷക്കാരൻ, അത് അതിന് നീച്ചേണ്ടിന്നില്ല, കുറച്ചും കൂടി കണ്ടാൽ മതിയിരുന്നു എന്നിങ്ങനെ തോന്നിപ്പോകുന്ന നല്ല നല്ല സ്വപ്നങ്ങളുണ്ട്, അല്ലെ? രണ്ടാമത്തത് അർറുഇയ സയ്യിഅ, മോശ സ്വപ്നങ്ങൾ. ഓകെ കണ്ടിട്ട് വിയർത്തൊലിച്ച് നമ്മളങ്ങനെ പാമ്പ് ഇങ്ങനെ കൊത്താൻ പേരുണ്ടാവും, നമ്മൾ ഓടിയാലും എത്തൂല്ല, കുറെ പറന്നു നോക്കും, കുറെ നടന്നു നോക്കില്ല, എങ്ങനെ ആകെ കുടുങ്ങി നിൽക്കണത്. അർറുഇയ സയ്യിഅ എന്ന് പറയുന്നത് മോശം സ്വപ്നങ്ങൾ. തഹ്സീനു മിന ശൈത്താൻ, ശൈത്താൻ നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്വപ്നമാണ്. മൂന്നാമത്തെ എന്താ വെച്ചാൽ അത് പേക്കിനാവുന്ന പറയാം. എന്താ വെച്ചാൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഉണ്ടാവില്ല. നമ്മളിപ്പോ കുറെ നേരം വണ്ടിയിൽ ഇങ്ങനെ യാത്ര പോകുക വിചാരിച്ചോ, അപ്പൊ നമ്മൾ കാണുന്ന സ്വപ്നം എന്തായിരിക്കും, വണ്ടിയിൽ ഇങ്ങനെ പോണതായിരിക്കും. നമ്മൾ കുറെ നേരം ഗെയിം കളിച്ചിട്ട് പോയി കടന്നു എന്ന് വിചാരിച്ചോ, അപ്പൊ നമ്മൾ കാണുന്ന സ്വപ്നം ആ ഗെയിം തന്നെ കാരണം, അല്ലെ? ആ രൂപത്തിൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല. ഇവിടെ നമുക്ക് സ്വപ്നം എന്നുള്ളത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകും, അവന്റെ ഉറക്കിലായിട്ട് സംഭവിക്കും. പക്ഷെ അത് ഇന്നതാണ് ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്ന് പറയാൻ, നേർക്ക് നേരെ പറയാൻ അത് വഹയുള്ള പ്രവാചകന്മാർക്ക് മാത്രമേ കഴിയൂ. അല്ലാത്ത ഒരാൾക്ക് എന്ത് ചെയ്യൂല, അത് ഇന്നതാണ്, അത് നല്ലതാണ്, അത് മോശമാണ് എന്ന് പറയാൻ പറ്റൂല. നല്ല സ്വപ്നമാണോ അല്ലെങ്കിൽ അത് നല്ലതാണോ അത് മോശമാണോ എന്നൊന്നും നമുക്ക് ഇപ്പൊ ചില ആൾക്കാരെ നമ്മൾ മരിച്ചവരെ കാണും, ചില ആൾക്കാർ പറയും മരിച്ചവരെ കണ്ടു കഴിഞ്ഞാൽ മറ്റൊരു മരിക്കാമെന്നാണ്. അങ്ങനെ നമുക്ക് പറയാനൊന്നും പറ്റൂല. കാരണം ഇപ്പൊ എത്രയോ കാലം മുമ്പ് ഞാൻ എന്റെ വല്യപ്പാനെ സ്വപ്നം കൊണ്ട്, വല്യപ്പ മരിച്ചത് ഒരു 10-12 കൊല്ലായി. അപ്പോഴും നമ്മൾ അവരെ കണ്ടിട്ടുണ്ട്, ഇപ്പോഴും അൽഹംദുലില്ലാഹ് ഞാൻ ഇപ്പൊ ജീവിച്ചിരിക്കുന്നുണ്ട്. ഇനി അള്ളാന്റെ തീരുമാനം എത്തുമ്പോൾ നമ്മൾ മരിക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ ഇപ്പൊ അത് മരിച്ചവരെ കണ്ടാൽ അത് നല്ലതാണെന്നോ അല്ലെങ്കിൽ മരിച്ചവരെ കണ്ടാൽ അത് മോശമാണ്, നമുക്ക് മരണമാണ് എന്നൊന്നും പറയാൻ കഴിയില്ല, അള്ളാഹു ആലം. കാരണം അത് നേർക്ക് നേരെ വഹയിന്റെ വിശദീകരണങ്ങൾ, സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അത് വഹി അനുസരിച്ചുകൊണ്ടുള്ള പ്രവാചകന്മാർക്ക് മാത്രമേ പറയാൻ കഴിയൂ. അല്ലാത്ത ഒരാൾക്ക് എന്ത് ചെയ്യൂല, അത് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. ഓക്കെ. ശാപം ചെയ്യുന്നത് കുറ്റല്ലേ? ശപിക്കുക എന്നുള്ളതോ കുറ്റാണ്. ഒരാൾ മറ്റൊരാളെ ശപിച്ചാൽ, നേരെ ശ്രദ്ധിച്ചോളിട്ടോ, നമ്മൾ ശ്രദ്ധിക്കാം. നമ്മുടെ ഉമ്മമാരോടൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്. ഉമ്മമാരാണ് കാര്യമായിട്ട് പറയാം, ശാപത്തിന്റെ വാക്കുകൾ പറയാം. അതായത് ഒരു ഉദാഹരണം പറയാട്ടോ.
ഞാന് ഒരാളെ ശപിക്കുകയാണെന്ന് വിചാരിച്ചു, ശാപത്തിന്റെ ഒരു വാക്ക് പറഞ്ഞു, നീ അങ്ങനെ തന്നെ ആകട്ടെ എന്നെന്ത് ചെയ്തു, നീ ഒരു ഗുണം പിടിക്കൂല എന്നുള്ള പ്രയോഗങ്ങളൊക്കെ പറയുമല്ലോ. അങ്ങനത്തെ ഒരു ശാപത്തിന്റെ ഒരു വാക്ക് പറഞ്ഞാൽ ആ ശാപം ലഅനത്ത് അതിങ്ങനെ ആകാശത്തേക്ക് പോകുന്നു, ആകാശത്തേക്ക് കയറും. അപ്പൊ ആകാശം തടുക്കും, ഇല്ല ഇങ്ങോട്ട് വരണ്ടെന്ന് പറയും, ആകാശത്ത് മറയപ്പെടും, ആകാശത്തിലേക്കാണ് കയറി പോകില്ല. അത് നേരെ ഭൂമിയിലേക്ക് വരും. അപ്പൊ ഭൂമി എന്ത് ചെയ്യും, അത് തടുക്കും. അങ്ങനെ അത് ആകാശത്തിന്റെയും ഭൂമിന്റെ ഇടയിൽ ഇങ്ങനെ കറങ്ങിയിട്ട് പിന്നെ നേരെ ഞാൻ ആർക്കെതിരാണോ പറഞ്ഞത് അയാളിലേക്ക് ചെല്ലും ആ ശാപത്തിന്റെ വാക്ക്. അയാൾ അതിന് യോഗ്യനല്ലെങ്കിൽ, ഞാൻ എന്റെ ദേഷ്യം കൊണ്ട് പറഞ്ഞതാണ്, അയാൾ അതിന് യോഗ്യനൊന്നല്ല, അയാൾ നല്ലൊരു മനുഷ്യനാണ് എങ്കിൽ ആ ശപിച്ച ശാപത്തിന്റെ വാക്ക് അയാളിലേക്ക് സംഭവിക്കാതെ അത് ഇന്നിലേക്ക് തന്നെ വരും. മനസ്സിലാവുണ്ടല്ലേ? അതായത് ഞാൻ ഒരാളെ ശപിച്ചു കഴിഞ്ഞാൽ, ചുരുക്കത്തിലാ പറയണത്, ഞാൻ അയാളെ ശപിച്ചു കഴിഞ്ഞാൽ അയാൾ അതിന് യോഗ്യനല്ല, അയാൾ നല്ലൊരു മനുഷ്യനാണ്, എന്റെ വാക്കിൽ അത് വന്നതാണെങ്കിൽ അത് നേരെ എന്റെ മേലേക്ക് തന്നെ വരും. അതാണ് ഇസ്ലാമിൽ അത്രയും ഗൗരവമുണ്ട്. ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഞാൻ സമയം ദീർഘിക്കും എന്നുള്ളത് കൊണ്ടാണ് അത് പറയാത്തത്. വലിയൊരു ചരിത്രം തന്നെ ആ വിഷയത്തിൽ പറയാനുണ്ട്. ആ ചാര്യ പറഞ്ഞ എന്തെന്ന്? എന്താണ്? ചാര്യ, കേട്ടില്ല. ശാര്യ, ശാരിയെ ശരിയാന്നാണോ? ശരിയ, ശരിയ. ശരിയാന്ന് പറഞ്ഞ മതനിയമം. ശരിയത്ത് എന്ന് പറഞ്ഞ മതനിയമം, ഇസ്ലാമികമായിട്ടുള്ള നിയമത്തിനാണ് ശരിയത്ത് എന്ന് പറയുന്നത്. വിവാഹത്തിൽ ശരിയത്ത് ഇങ്ങനെയാണ്, അതേപോലെ അനന്തരാവകാശം ശരിയത്ത് ഇങ്ങനെയാണ്, ഇങ്ങനെ പറയും. ശരിയാന്ന് പറഞ്ഞ മതനിയമം. സാറേ, ആ മരിച്ചോടത്തെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ സൂക്ഷിക്കല് അത് നല്ലത്, അത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതായത് മരിച്ചവരെ, എനിക്ക് തോന്നുന്നത് ഹെമിന്റെ അമ്മയാണ് ഈ ചോദിക്കണത് തോന്നുന്നുണ്ട് അല്ലേ? അല്ല, എന്റെ അജയനെ ഉമ്മ ചോദിക്കണേ. പറഞ്ഞു അത് നല്ലതല്ലാന്ന്. അല്ല, എന്റെ ഉമ്മ പറഞ്ഞു നല്ലതല്ലാന്ന്. ആ അതെ, ഉമ്മ അതായത് പറഞ്ഞു നല്ലതല്ലാന്ന്. മരിച്ചവരുടെ ഫോട്ടോ നമ്മള് പിന്നെ എടുത്തു വെച്ചു എന്നുള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ അവരുടെ വീഡിയോ വല്ലതും എടുത്തു വെച്ചു, മതപരമായിട്ട് തെറ്റാണെന്ന് പറയാൻ പറ്റൂല. എന്നാൽ തെറ്റാകുന്ന ഒരു കാര്യമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഒരു ഫ്രെയിം ചെയ്ത് നമ്മളിങ്ങനെ വെക്കുക, നമ്മളിങ്ങനെ ഇടക്കിടക്ക് അതിന്റെ വല്യപ്പയാണ്, അത് വല്യപ്പാന്റെ അപ്പയാണ്, അത് മറ്റൊരാളോ മറിച്ചാണ്, ഇങ്ങനെ എന്ത് ചെയ്യുക, അതിങ്ങനെ ഫ്രെയിം ചെയ്ത് കാണുന്ന രൂപത്തിലാക്കി വെക്കാൻ പാടില്ല. അതിങ്ങനെ ഹാങ് ചെയ്യലോ സ്റ്റിക്ക് ചെയ്യലോ ഒന്നും പാടില്ലാത്തതാണ്. എന്നാൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു വല്യപ്പാന്റെ, അത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അലമാരയിൽ എടുത്തു വെച്ചിട്ടുണ്ട്, അതിന് തെറ്റില്ല. അതല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല, അതിങ്ങനെ കാണുന്ന രൂപത്തിൽ വെക്കാൻ പാടില്ല. അതേപോലെ തന്നെ ചില ആൾക്കാർ എന്ത് ചെയ്യാറുണ്ട്, ഈ മരിച്ചവരുടെ ഫോട്ടോ തന്റെ പ്രൊഫൈലാക്കി വെക്കാറുണ്ട്. പ്രൊഫൈൽ ഫോട്ടോ നമ്മുടെ വാട്സപ്പിന്റെ ഒക്കെ DP ആയിട്ടും അല്ലെങ്കിൽ ഫേസ്ബുക്കിന്റെ ഒക്കെ അതായിട്ട് വെക്കാറുണ്ട്. അത്തരത്തിലുള്ളത് പണ്ഡിതന്മാരെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. അത് ഒഴിവാക്കണം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരാൾക്ക് വേണമെങ്കിൽ അയാളുടെ ഫോട്ടോ വെക്കാം, അത് അയാളുടെ ഐഡന്റിറ്റി മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രം. അല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല, മറ്റുള്ള രൂപത്തിൽ ഈ പ്രത്യേകിച്ച് മരിച്ചവരുടെ ഇത് പറ്റൂല എന്നുള്ളതാണ്. അല്ലാഹു അഅലം. ഇനി എന്തുണ്ടോ? ഓക്കെ, ഒന്നുമില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ. ഇനി എന്തെങ്കിലും ഉണ്ടോ? റാസി എന്തോ ചോദിക്കാൻ വേണ്ടി നിൽക്കണ്ടല്ലോ. ഇല്ല, ഒന്നില്ല. ഇല്ല, ഓക്കെ. ആർക്കെ? അബ്ദുൽ ഹാദി ചോദിക്കാണ്ടോ? അബ്ദുൽ ഹാദി എന്തോ കാര്യപ്പെട്ട് ചോദിക്കാൻ വേണ്ടിട്ടുണ്ട്. അവിടെ എന്തോ വർത്താനം പറയണ ചോദ്യമാണോ? അല്ലല്ലോ, പറ. ചോദ്യം ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഇല്ല, നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാൻ തോന്നുന്നുണ്ട്. ഏകദേശം ഒരു വർക്ക് മാത്രമാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. എന്താണ് വർക്ക്? 25 നബിമാരുടെ പേരുകൾ എഴുതുക, എന്നിട്ട് അത് അയക്കുക. ഞാൻ ടീച്ചറെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നുണ്ട്, ഗ്രൂപ്പ് പറഞ്ഞുതരാം. ആ ടീച്ചർക്കാണ് നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടത്. ഓക്കെ.
എന്നാ ശരി, ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വഅലൈക്കും അസ്സലാം വബറകാതുഹു. വറഹ്മത്തുള്ളാഹി. സുബ്ഹാനക്കല്ലാഹു വലൈക്കും വബിഹംദിക, സലാം. ലാ ഇലാഹ ഇല്ല അൻത, അസ്തഗ്ഫിറുക